ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ബിഗ് ബോസ് വിശേഷങ്ങൾ പറഞ്ഞാലോ ഗൈസ്. നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. അതെന്തിന്റെ സന്തോഷമാണ് ഗൈസ്? എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഹെലനോസ് പാട്ടയ്ക്ക് ഇപ്പോൾ ഇല്ല ക്രിപ്റ്റോ കറൻസിയിൽ ഒരു പണി കിട്ടിയായിരുന്നല്ലോ. അങ്ങനെ ഹെലൻ ഒന്ന് എയറി പോയായിരുന്നു, ഇപ്പം താഴെ ഇറങ്ങി എന്നാണ് തോന്നുന്നത്. ആ ഒരു റീസൺ കൊണ്ടായിരിക്കണം നമ്മുടെ ജാസ്മോക്ക് ഇപ്പം നല്ല സന്തോഷം. കാര്യം എന്ന് വെച്ചാൽ ഹെലൻ അത്യാവശ്യം നല്ല രീതിയിൽ ജാസ്മിനെ ഊക്കി വിട്ടായിരുന്നല്ലോ ബിഗ് ബോസിനകത്തുള്ള സമയത്ത്. അന്നേരം പിന്നെ സന്തോഷിക്കുമല്ലോ, സ്വാഭാവികം. എന്തായാലും ജാസ്മോടെ വട്ടപ്പരിപാടി ഏക്കുന്നുണ്ട് കേട്ടാ. അത്യാവശ്യം ഓരോരുത്തർക്കും ഇങ്ങനെ പണിയായിട്ട് വരുന്നുള്ള പോലെ എനിക്കൊരു ഫീൽ അടിക്കുന്നുണ്ട്. ഈ സാധനം കണ്ടോ, ഈ സൈഡിൽ കിടക്കുന്ന 1 വിൻ എന്ന് പറയുന്ന സാധനം, ഇത് ഒരു ടൈപ്പ് ഓഫ് സ്കാം ആണ് ഗൈസ്. ഇവന്മാർ എന്നെ മെസ്സേജ് അയച്ചായിരുന്നു മറുടെ സാധനം പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓടിക്കളഞ്ഞു, അല്ലെങ്കിൽ പാട്ടച്ചേച്ചിയുടെ കൂടെ ഞാനും ഇറങ്ങിപ്പോയേനെ. എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഒരാൾക്കും എതിരെ ഞാൻ വന്നിരുന്നില്ല. പക്ഷെ പടച്ചോൻ കൃത്യസമയത്ത് എല്ലാവർക്കും കിട്ടേണ്ട പാപം വായിൽ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട്. സന്തോഷം. അതെ ഗൈസ്, ജാസ്മോൾ ഒന്നും വേണ്ടിയില്ല, വീട്ടിൽ ഇരുന്ന് ജപം എല്ലാവരും രസിച്ചു പോണേ എന്ന് ജപമാണ്. അത് ഒരിക്കലും ഇത് ചില്ലറ മുട്ടക്കളിയൊന്നും അല്ല എന്നാണ് തോന്നുന്നത്. ബാപ്പായും മോളും കൂടെ കൂട്ടിയിട്ട് മുട്ട ഓരോരുത്തർ ഇവിടെ കാണാൻ വല്ല കുഴിച്ചിട്ടുണ്ടോടെ അറിയാൻ പറ്റത്തില്ല. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഈ സാധനത്തിന് ശക്തിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അച്ചു ചേച്ചി കഴിഞ്ഞ ദിവസം മറ്റേ ഒരു വീഡിയോയ്ക്കകത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു, ചേച്ചിക്കെതിരെ വീഡിയോ ചെയ്തവന്മാർക്ക് എല്ലാവന്മാർക്കും വക്കീൽ നോട്ടീസ് വരും, അവരെല്ലാവരും ഉത്തരം പറയണമെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. നമുക്കും ചിലപ്പം വരുമായിരിക്കും കേട്ടോ. ചേച്ചി ചുമ്മാതെ വെറുതെ നമ്മളെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കും, നിങ്ങളും വളരുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് വീഡിയോ ഇട്ടിട്ട് അവസാനം നമ്മൾ കുറ്റക്കാരായി ഗൈസ്. അതിൻ്റെ പരിപാടിയാണ്. പിന്നെ വേറെ രസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ നമ്മുടെ സീസൺ 6 കണ്ടസ്റ്റൻസ്, ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് കണ്ടുമുട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്ത രണ്ടാൾക്കാര്, ഇത് വ്ളോഗർ റസ്മിൻ, ബിഗ് ബോസിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ വ്ളോഗറായ റസ്മിൻ ഭായ്. അങ്ങനല്ല, ബിഗ് ബോസിനകത്ത് ഇറങ്ങിയിട്ട് വ്ളോഗറായി. ഇവരടുത്തിരുന്നാലും പരസ്പരം കാണൂല ഗൈസ്, ഫോണിൽ കൂടെ മാത്രമേ കാണത്തുള്ളൂ. അവിടുന്ന് ബ്ലോഗ് ഇവിടുന്നും ബ്ലോഗ്, ഇങ്ങനെ ഇരിക്കും, ഫോണും പിടിച്ചോണ്ട് ഇങ്ങിരിക്കും. ഹലോ ഗൈസ് എന്നും പറഞ്ഞ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പുറത്ത് അവിടുന്ന് ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. ഇതാണ് ഇവർ കണ്ടുമുട്ടുന്നത്. ഇവർ നേരി കാണൂല, ഫോണിന്റെ സ്ക്രീനിനകത്തൂടെ കാണുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾക്കാണല്ലോ കൊടുത്തത്. ഇല്ലടാ, ഞാനിവിടെ എല്ലാ സാക്ഷ്യം വഹിച്ച് ഞാനിവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടത് നമ്മുടെ ഗബ്രിയുടെ വ്ളോഗ്. ഗബ്രിയും സീക്രട്ട് ഏജന്റും കൂടെ വ്ളോഗ് എടുക്കുകയാണ് ഗൈസ്. ഗബ്രി അവിടെ നിന്ന് എടുക്കും, സീക്രട്ട് ഏജന്റ് ഇവിടെ നിന്ന് എടുക്കും. ചുരുക്കം പറഞ്ഞാൽ അവർ സഞ്ചരിക്കുന്ന ആ കാറിനകത്ത് മൊത്തം വ്ളോഗേഴ്സാണ്. ജാസ്മിൻ ബൂട്ടി വ്ളോഗർ, നമ്മുടെ അരിയണ്ണൻ കാർ വ്ളോഗർ, പിന്നെ ഗബ്രിയും റസ്മിനും, അത് പിന്നെ പാരസൈറ്റ് വ്ളോഗർ. കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ ഉണ്ടായതുകൊണ്ട് ജീവിച്ചു പോകുന്ന 2 വ്ളോഗർമാരാണ് നമ്മുടെ ന്യൂ ബോൺ വ്ളോഗേഴ്സായ ജപ്രിമോനും അതുപോലെ തന്നെ നമ്മുടെ റസ്മിൻ ബായിയും. അല്ല, കുറെ വാണേശ്വർ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ, ജാസ്മിൻ ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യുവടാന്ന്, നീ ജാസ്മിനെ വിറ്റല്ലയോ ജീവിക്കുന്നേ, ജാസ്മിൻ ഇല്ലെങ്കിൽ നിനക്ക് കണ്ടന്റ് ഇല്ല. അങ്ങനെ ചോദിച്ചവന്മാർ എനിക്ക് 2 ചാനലുണ്ട്, ലൈഫ് ഓഫ് അനന്തു 2.0. ഒരെണ്ണത്തിനകത്ത് 1,30,000 സബ്സ്ക്രൈബറും, ഒരെണ്ണത്തിനകത്ത് ഏകദേശം 65,000 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഈ 2 എണ്ണത്തിനകത്ത് ഞാൻ ഒരുപോലെ വീഡിയോ ഇടുന്നുണ്ട്. അതിനകത്ത് കോണ്ടന്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും എനിക്ക് കോണ്ടന്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇനിയെങ്കിലും നീയൊക്കെ മനസ്സിലാക്കടേ, ജാസ്മിൻ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ജാസ്മിൻ ഉണ്ടായത് കൊണ്ടല്ല ഞാൻ ജീവിക്കണത്, ഈ നാക്കെന്ന് പറയുന്ന സാധനം വായിക്കിടക്കുന്നത് കൊണ്ടാണ്. കൊണയടിക്കാൻ അറിയണം, മനസ്സിലായോ? ആ കൊണയടിക്കാൻ അത്യാവശ്യം നല്ല പോലെ എനിക്കറിയാം. അത് വെച്ചാടേ ജീവിക്കുന്നത്, അല്ലാതെ ഒരു ജാസ്മോടെ സാധനവും കണ്ടിട്ടല്ല, മനസ്സിലായ? ഓക്കെ, നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. വാണിടുന്ന് വീഴുകിன்ற പോതിലും അച്ഛൻ என்பதில்லை. ഹൗസിൽ വെച്ചിട്ടാണെങ്കിലും പുറത്ത് വെച്ചിട്ടാണെങ്കിലും പുള്ളി പറയുന്നത് അച്ഛൻ 50 എന്നാണ്. സിജോ വാസ് റോക്കി. നൈസായിട്ട് നമ്മുടെ ജോക്കി ബായുടെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് സിജോ. ഓഫ്, അത് ഒരു തന്തയ്ക്കല്ല, 50 തന്തയ്ക്കാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ 50 അച്ഛനുള്ള ആൾക്ക് നമുക്കൊന്ന് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം നമുക്കൊക്കെ ഒന്നാണ്, പക്ഷെ പുള്ളിക്കത് 50 ആണ്. അപ്പോൾ 50 ഉള്ള ആൾക്ക് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? പുള്ളി അതെല്ലാം ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത്. 2 അവന്മാരും കണക്കാണ്. ഇവന്മാർ തമ്മിലുള്ള ഈ കലാപരിപാടി ഉടനെ ഒന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ
ജോക്കി ബായി ഉണ്ടെങ്കിൽ സിജോ ബായിക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ, സിജോ ബായി ഉണ്ടെങ്കിൽ ജോക്കി ബായിക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ. ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് മറ്റേ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്. ഇല്ല കാക്കയും പശുവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, മ്യൂച്വൽ റിലേഷൻഷിപ്പ്. അത് തന്നെ, പശുവിൻ്റെ കടിയും കാക്കയുടെ വിശപ്പും, ആ ഒരു സെറ്റപ്പാണ്. ഉമ്മാർ പരസ്പരം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഉമ്മാർക്ക് കണ്ടന്റ് ഉള്ളു. അപ്പോൾ പിന്നെ ചൊറി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറി കൊടുക്കും, അതായത് അവിടുന്ന് ചൊറി, പിന്നെ ഇവിടുന്ന് ചൊറി, അല്ലാതെ വേറെ കോണ്ടന്റ് ഇല്ല. ഇവരിങ്ങനെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചിങ്ങനെ നടന്നു. അതൊക്കെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ അർജുൻ, എൻ്റെ പൊന്നു മോനെ, അവനെ സമ്മതിക്കണം, അവനൊരു പുപ്പുലിയ. നിങ്ങൾ കണ്ടില്ലല്ലോ, ഈ സാധനം കൊണ്ട് കണ്ടു നോക്ക്. കോപ്പിറൈറ്റ് കണ്ട, ഇതാണ് അർജുൻ. ഇത് പൊളിക്കുമ്പോത്തെ ചാച്ചിയും ചാട്ടനും കൂടെ നല്ല ഒന്നാം തരം സൂപ്പർ. ഒന്നും പറയാനില്ല മക്കളെ, പൊളിച്ച്. അവന്മാരിവിടെ തളയ്ക്കും വിളിച്ചെടുക്കും, ഇവിടെ രണ്ടും കൂടെ നല്ല ഒന്നാം തരം ജൊമാൻസ് കളിച്ച് നടക്കുകയാണ്. ഇതും ഏകദേശം മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പരിപാടിയാണ്. ശ്രീത്വം ഉണ്ടെങ്കിൽ നമുക്ക് അർജുന് ഉള്ളു, അർജുൻ ഉണ്ടെങ്കിൽ ശ്രീത്വം ഉള്ളു. ഇത് മറ്റേ ഒരു കണക്ഷൻ, മറ്റേ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്, മനസ്സിലായ? പക്ഷെ ഇതൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ടായി. നമ്മുടെ ആ ചോക്കി ബായുടെയും ചിജോ ബായുടെയും കൂട്ടൊന്നും അല്ല, തന്തയ്ക്കുള്ളിയും തള്ളയ്ക്കുള്ളിയും അല്ല. ഇതിനകത്തൊരു ക്വാളിറ്റി ഉണ്ട്, കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും അത്യാവശ്യം കൊള്ളാം സാധനം. എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്ക് ഇവൻ ലവളയും കൊണ്ടേ പോത്തുള്ളെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. കാര്യം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് രണ്ടുപേരും നല്ല മുറയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഷെയർ ചെയ്യുന്നു, അങ്ങനെ പല പരിപാടികൾ ഒന്നിച്ചു പോകുന്നു. സോ ഇവൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട്, അർജുൻ ശ്രീത്തുവിനെ അവർ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ല കപ്പിളല്ലേ ഗൈസ്, സീരിയസ്ലി എനിക്ക് നല്ലൊരു ബിഗ് ബോസിനകത്തെക്കാളും ഇവർ പുറത്തിറങ്ങിയപ്പോൾ ഒരു കോംബോ നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ജാൻമണിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ജാൻമണി അഭിഷേകം എങ്ങാണ്ട് ഉദ്ഘാടനത്തിന് പോയി വിളിച്ചു വരുത്തിയിട്ട് അവമാനിച്ചു വിട്ടെന്ന് കണ്ട് പറഞ്ഞു. അത് വേണേൽ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. സോ ഇതൊക്കെയാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. കണ്ണേട്ടൻ ഇപ്പം വലുതായിട്ട് ഏറി കയറുന്നില്ല. കണ്ണേട്ടൻ ഇപ്പം നല്ല രീതിയിൽ പണി നടത്തുന്നുണ്ട്. കണ്ണേട്ടൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം പഴയ പോലെ നെഗറ്റീവ് ഒന്നും വരുന്നില്ല, സന്തോഷം, നല്ല കാര്യം. എനിക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിനകത്ത് മറ്റേ വാക്കുകളൊക്കെ ഫിൽറ്റർ ചെയ്തോലും ഇട്ടേക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ ചീത്ത വിളിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഫിൽറ്റർ ചെയ്തിടും. പ്രത്യേകിച്ച് മയിര് മറ്റേ പൂ എന്നൊക്കെ പറഞ്ഞ സാധനം ഞാൻ ഫിൽറ്റർ ചെയ്തിടും. അന്നേരം അവിടെ ആ സാധനം ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് വരില്ല. എനിക്കൊന്ന് അമ്മാതിരി പരിപാടി വല്ലതും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം മറ്റേ കണ്ണാപ്പി പരിപാടി, കണ്ണാപ്പി എന്നൊക്കെ വിളിക്കുന്ന അങ്ങനെ കാണുന്നില്ല. പിന്നെ മാത്രമല്ല ആൾക്കാർക്ക് സമയമില്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കൂല്ല. അന്നേരം പിന്നെ അണ്ണനെ വിട്ട ആൾക്കാർ, അത് നല്ല കാര്യം, എന്തായാലും വിട്ടത് സന്തോഷം. അണ്ണൻ പഴയ പോലെ പവറായിട്ട് വരട്ടെ, അത്രയേ ഉള്ളൂ. നമ്മൾ ചുമ്മാ ഇങ്ങനെ കളിയാക്കുമെങ്കിൽ അത് നശിച്ചു പോകാനൊന്നും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ടൈപ്പല്ല. കണ്ണേട്ടൻ എന്തായാലും ഫുൾ പവറോടുകൂടി തിരിച്ചു വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഫുൾ പവറായി വരുന്നെന്ന് തോന്നുന്നു. പക്ഷെ പഴയ ഒരു ഗുമ്മ് വ്ളോഗിനകത്തൊന്നും ഓക്കെ, വീഡിയോയ്ക്ക് അത് കാണുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. പഴയ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതില്ല, ഇപ്പോൾ ഇല്ല. ആ ഒരു സാധനം മിസ്സിങ് ആണ്. എന്തായാലും നോക്കട്ടെ. ഹെലനോസ്പാട്ട് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആരെയും വിശ്വസിക്കരുത് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെയാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഹെലൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യേണ്ടതാണ്, രഹസ്യങ്ങൾ പരസ്യമാക്കേണ്ടതാണ്. ഓക്കെ, പറയാങ്ങോട്ട് വീരശൂര്യ പരാക്രമിയല്ലോ, തുറന്നങ്ങോട്ട് പറയാം, ആരെയും വിശ്വസിക്കാൻ പറ്റാത്തതെന്ന്. അപ്പം ശരി ഗൈസ്, സ്കൂളിലൊന്നും പറയുന്നില്ല. അപ്പം ശരി, തെറ്റപ്പ്.